വെൽക്കം ടു ഓൾ മദ്രാസ് മോട്ടോർസൈക്കിൾസ്. ഓൾ മദ്രാസ് മോട്ടോർസൈക്കിൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെയാണ് എൻ്റെ മെക്കാനിക് എന്നെ വിളിച്ചു പറഞ്ഞത് നമ്മുടെ വർക്ക്ഷോപ്പിലൊരു 1968 അല്ലെങ്കിൽ 69 ആയ മോഡലായിട്ടുള്ളൊരു രാജദൂത്, ഒരു റൗണ്ട് ടാങ്ക് മോഡൽ രാജദൂത്, അത് മദ്രാസ് രജിസ്ട്രേഷനായൊരു രാജദൂത് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊരു ഡോണർ ബൈക്കായിട്ടാണ് നമ്മുടെ വർക്ക്ഷോപ്പിൽ എത്തിയത്. ആളുടെ ഒരു ഓണറിൻ്റെ ഒരു വേറൊരു രാജദൂത്, ഒരു 80-70 ആയിട്ടുള്ള ആ മോഡൽ രാജദൂത് റീസ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ചില പാർട്സിന് വേണ്ടി എടുത്തൊരു വണ്ടിയാണിത്. അപ്പോൾ ഒരുപക്ഷെ റീസ്റ്റോറേഷന് ശേഷം ഈ ഡോണർ ബൈക്കായ രാജദൂത് ഒരുപക്ഷെ ആള് ചെറിയ രീതിയിൽ അത് ചിലപ്പോൾ സെയിൽ ചെയ്തേക്കാം. അപ്പോൾ തീർച്ചയായും നമ്മളൊന്ന് പോയി നോക്കുകയാണ്. വണ്ടി എത്രത്തോളം ഒറിജിനൽ ആണെന്നും നമുക്ക് അതിൻ്റെ രജിസ്ട്രേഷൻ എങ്ങനെയാണെന്നും അതുപോലെ തന്നെ എത്ര RC പെൻഡിങ് ഉണ്ടെന്നും എല്ലാം നമുക്ക് നോക്കി പറ്റുന്ന രീതിയിലാണെങ്കിൽ തീർച്ചയായും ഓൾ മദ്രാസ് മോട്ടോർസൈക്കിൾസ് ആ വണ്ടിയെ സ്വന്തമാക്കിയിരിക്കും. അതുമാത്രമല്ല അതൊരു പുതിയൊരു ജീവിതവും കൊടുത്തിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്ന രാജദൂതിൻ്റെ വിശേഷങ്ങളാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പോകുന്നത് ഒറ്റപ്പാലത്ത് നിന്ന് പാലക്കാട്ടിലേക്കാണ്. ഏകദേശം 10-35 കിലോമീറ്ററാണ് നമ്മുടെ വർക്ക്ഷോപ്പിലേക്കുള്ളത്. ഇന്ന് നമ്മൾ പോകുന്നത് നമ്മുടെ സ്വന്തം വണ്ടി 1969 മോഡൽ ഒരു V1 എഞ്ചിനുള്ള റോയൽ എൻഫീൽഡാണ്. ഈ വണ്ടിയുടെ കൂടുതൽ വിശേഷങ്ങൾ നമ്മൾ വരും വീഡിയോകളിൽ പങ്കുവയ്ക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ബുള്ളറ്റാണ് നമ്മുടെ ഒഫീഷ്യൽ മോട്ടോർസൈക്കിൾ. ഓൾ മദ്രാസ് മോട്ടോർസൈക്കിൾസിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള വാഹനമാണ് ഈ ഒരു ബുള്ളറ്റ്. ഏകദേശം 10-14 വർഷമായി എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് എൻ്റെ ആദ്യത്തെ വണ്ടിയാണ്. നമ്മുടെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി ഓടുന്ന വണ്ടിയാണ്. അപ്പോൾ ഇതൊരു വണ്ടിയായിട്ടല്ല, നമ്മുടെ വീട്ടിലൊരു അംഗമായിട്ടാണ് ഈ വണ്ടിയെ നമ്മൾ കണ്ടിരിക്കുന്നത്. ഈ വണ്ടിയുടെയും പുതിയ വീഡിയോകളും അതുപോലെ തന്നെ പല റൈഡ് വീഡിയോസും വരുന്ന എപ്പിസോഡുകളിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഏകദേശം ഒറ്റപ്പാലം ടൗണിലേക്ക് കിടക്കുകയായി. ഇന്നെന്തോ വലിയ ട്രാഫിക് പ്രശ്നമില്ല, വലിയ അത്ര തിരക്ക് കാണാനില്ല. കാരണം അല്ലെങ്കിൽ ഈ സമയത്ത് ഏകദേശം ഈ റോഡെല്ലാം ബ്ലോക്ക് ആയിരിക്കും. ഇന്ന് വലിയ പ്രശ്നമില്ല. അതുപോലെ തന്നെ മഴ വരുമോന്നും അറിയില്ല. എന്നാലും ഇപ്പോൾ ചെറിയൊരു വെയിലുണ്ട്. അതുകൊണ്ട് നമ്മൾ എത്രയും പെട്ടെന്ന് പാലക്കാട് എത്താനുള്ള ഓട്ടത്തിലാണ്. ഏകദേശം ഒറ്റപ്പാലത്തിൻ്റെ ഹൃദയഭാഗത്തു കൂടെയാണ് നമ്മൾ കടന്നുകൊണ്ടിരിക്കുന്നത്. ഒറ്റപ്പാലം ടൗൺ ഏകദേശം തുടങ്ങി. അതുപോലെ തന്നെ ഇവിടെ നിന്നാണ് നമ്മൾ വലതുവശത്തേക്ക് പോയി കഴിഞ്ഞാൽ ഗുരുവായൂർ റോഡാണ്. നമുക്ക് പോകേണ്ടത് നേരെയാണ് പാലക്കാട്. ഇവിടുന്ന് നേരെ ഒരു 35 കിലോമീറ്ററാണ് നമുക്ക് പോകാനുള്ളത്. ഒറ്റപ്പാലത്തിൻ്റെ ഒറ്റപ്പാലം എന്ന് പറഞ്ഞ ആ ഒരു പാലമാണിത്. അപ്പോൾ ഒറ്റപ്പാലത്ത് കൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതുപോലെ തന്നെ വലതുവശത്തേക്ക് പോയി കഴിഞ്ഞാൽ മായനൂർ പാലമാണ്. അതുവഴി നമുക്ക് തൃശ്ശൂരിലേക്കും പോകാവുന്നതാണ്. അപ്പോൾ 2 സ്ട്രോക്ക് വണ്ടികളെ കുറിച്ച് പറയുമ്പോൾ ആദ്യം തന്നെ എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന വണ്ടി എന്ന് പറഞ്ഞാലും അത് രാജദൂതാണ്. പ്രത്യേകിച്ച് ഒരു റൗണ്ട് ടാങ്ക് മോഡൽ രാജദൂത്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഒരു പക്ഷേ ഞാൻ ആദ്യമായി കണ്ട അല്ലെങ്കിൽ അടുത്തറിഞ്ഞ അല്ലെങ്കിൽ യാത്ര ചെയ്തൊരു വാഹനം എന്ന് പറഞ്ഞാൽ അത് മിക്കവാറും ഒരു രാജദൂത് തന്നെ ആയിരിക്കും. കാരണം എനിക്ക് ഏകദേശം 4-5 വയസ്സൊക്കെ ഉള്ള സമയത്ത് എൻ്റെ തറവാടിനടുത്ത് ഒരു അങ്കിൾ ഉണ്ടായിരുന്നു. അങ്കിൾ ഒരു കാനറ ബാങ്ക് ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ അങ്കിളിൻ്റെ കയ്യിലൊരു ഇതേ ഒരു മോഡൽ രാജദൂത് ഉണ്ടായിരുന്നു. അപ്പോൾ മിക്ക ദിവസങ്ങളിലും എനിക്കൊരു ഈവനിങ് റൈഡ് ആ വണ്ടിയിൽ കിട്ടിയിരുന്നു. സ്കൂളെല്ലാം വിട്ട് വന്നു കഴിഞ്ഞ് കളിച്ച് കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞിരിക്കുമ്പോഴായിരിക്കും അങ്കിൾ ടൗണിലേക്ക് പോകുന്നത്. ഞങ്ങളുടെ ഒരു 4-5 കിലോമീറ്റർ അപ്പുറമാണ് പത്തിരിപ്പാല ടൗൺ. അപ്പോൾ ആ ടൗണിലേക്ക് സ്ഥിരം പോയിരുന്നത് രാജദൂതിലായിരുന്നു. അപ്പോൾ ഞാൻ എന്നെ എടുത്തു കൊണ്ടുപോകും. അപ്പോൾ എനിക്ക് ഇന്നും ഓർമ്മയാണ് ആ റൗണ്ട് ടാങ്കിൽ ഞാൻ ഇരുന്ന് അതിൻ്റെ ആ ഹാൻഡിൽ ഫിക്സിങ് ബ്രാക്കറ്റ് ഉണ്ട്, പ്രത്യേകതരം ബ്രാക്കറ്റാണത്. അപ്പോൾ അതിൽ പിടിച്ചിട്ടാണ് ഞാൻ ഇരിക്കുക. അപ്പോൾ അന്ന് കിട്ടിയ റൈഡുകളൊന്നും ഇന്നും മറന്നിട്ടില്ല. അന്ന് ഞങ്ങളൊരു 4 കിലോമീറ്റർ അപ്പ് ആൻഡ് ഡൗൺ ഒരു 6-7 കിലോമീറ്ററോളം എനിക്ക് മിക്ക ദിവസങ്ങളിലും യാത്ര ചെയ്ത രാജദൂതിലായിരുന്നു. അപ്പോൾ മറക്കാൻ പറ്റില്ല, ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ് ഈ വണ്ടിയോടുള്ളത്. തീർച്ചയായിട്ടും അത്തരം അനുഭവങ്ങൾ നിങ്ങൾക്കും ഉണ്ടാവും. കാരണം കുട്ടിക്കാലത്ത് നമുക്ക് കിട്ടുന്ന വാഹനാനുഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വണ്ടി പ്രേമിയെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു വണ്ടി ഭ്രാന്തനത് എത്രത്തോളം അത് അവൻ്റെ ജീവിതത്തിൽ അതിനുള്ള സ്ഥാനമുണ്ടെന്ന് നമുക്കേ അറിയൂ. നമുക്ക് മാത്രമേ അറിയുന്ന ഒരു കാര്യമാണത്. അപ്പോൾ അതാണ് രാജദൂതിൻ്റെ എനിക്കുണ്ടായ ഒരു ആദ്യ അനുഭവം.
അപ്പോൾ മറക്കാൻ പറ്റില്ല, തീർച്ചയായിട്ടും അത് മറക്കാൻ പറ്റാത്തൊരു വണ്ടിയാണ്. കാരണം അതിൻ്റെ പ്രത്യേകിച്ചും അതിൻ്റെ ആ ടാങ്കിൻ്റെ ഷേപ്പ്, ഒരു നെയിൽ കീ, അതുപോലെ തന്നെ ഫ്രണ്ട് സസ്പെൻഷൻ. എന്തായാലും നമുക്ക് പോവാം. ഇന്ന് കാണാൻ പോകുന്ന രാജ്യം എത്രത്തോളം ഒറിജിനലാണെന്ന് നമുക്ക് പോയി നോക്കാം. എന്തായാലും നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുന്നെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളൊരു വണ്ടി ഭ്രാന്തനാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളൊരു പഴയ വാഹന സ്നേഹിയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ കൂടുതൽ ഇതുപോലുള്ള പഴയ വണ്ടികളെ കുറിച്ചുള്ള വീഡിയോകളായിരിക്കും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ പെയിൻറ് ഷോപ്പ്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ എല്ലാ വണ്ടികളും പെയിൻ്റ് അടിച്ചിരിക്കുന്നത്. എനിക്ക് പ്രത്യേകിച്ച് എടുത്തു പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ വിൻറ്റേജ് വണ്ടികളൊക്കെ തീർച്ചയായിട്ടും പെയിൻറ്റിങ് അതിന് ഒരു സ്പെഷ്യൽ കെയർ തന്നെ നമ്മൾ കൊടുക്കണം. സാധാരണ വണ്ടികൾ അടിക്കുന്ന പോലെ പെയിൻ്റ് അടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ആ വണ്ടിയോട് ചെയ്യുന്നൊരു അനീതിയാണ്. കാരണം എത്രത്തോളം മെറ്റൽ കെയർ നമുക്ക് കൊടുക്കാൻ പറ്റും അത് മാക്സിമം നമ്മൾ പഴയ വണ്ടികൾക്ക് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പേർട്ടാണ് നമ്മുടെ പെയിൻറ്റർ. പ്രഭ എന്നാണ് ആളുടെ പേര്. ചെനക്കത്തൂർക്കാവിന് അടുത്ത് തന്നെയാണ് ആളുടെ പെയിൻറ്റ് ഷോപ്പ് ഉള്ളത്. അപ്പോൾ ആളുടെ വീഡിയോസും നമുക്ക് കുറച്ച് വരുന്ന വീഡിയോകളിൽ എനിക്ക് അപ്ലോഡ് ചെയ്യണമെന്നുണ്ട്. പ്രത്യേകിച്ചും എങ്ങനെ നമുക്ക് മെറ്റലിനൊക്കെ കൂടുതൽ കെയർ ചെയ്യാം. അതാണ് നമുക്കെല്ലാം കൂടുതൽ ഷൈനിങ്ങിനുപരി നമുക്ക് ഏറ്റവും വേണ്ടത് അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റൽ കെയർ ആണ്. കാരണം അറിയാം, പ്രത്യേകിച്ച് നമ്മുടെ ഈ ക്ലൈമറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുരുമ്പാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രു. വിൻറ്റേജ് വാഹനപ്രേമികളുടെ ഏറ്റവും വില്ലൻ അല്ലെങ്കിൽ ശത്രു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തുരുമ്പാണ്. തുരുമ്പിനെ എങ്ങനെ ഫുൾ മെറ്റൽ സ്ക്രാപ്പ് ചെയ്തിട്ട് അതിനെ പ്രൊട്ടക്ഷൻ കൊടുക്കും എന്നുള്ള വീഡിയോകളും ഞാൻ ഭാവിയിൽ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിനി പെട്രോൾ അടിച്ചിട്ട് പോകാം. അതാണ് ഏറ്റവും വലിയ സങ്കടം, പെട്രോൾ അടിക്കൽ. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ പാലക്കാട് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 110 അല്ലെങ്കിൽ 120 രൂപയ്ക്കൊക്കെയാണ് ഞാൻ പെട്രോൾ അടിച്ചിട്ടുണ്ടായിരുന്നത് 2-3 കൊല്ലം മുന്നേ വരെ. ഇന്നിപ്പോൾ അതൊന്നും നടക്കില്ല. കാരണം ഇന്ന് നമുക്കറിയാം പെട്രോളിൻ്റെ വില എന്താണെന്ന് പറഞ്ഞാൽ 102 103 എന്തോ ആണ്. ഇന്നിപ്പോൾ ലാവിഷായി പോയി വരണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബുള്ളറ്റ് ആണെങ്കിൽ 250 രൂപയോളം അല്ലെങ്കിൽ ഒരു 220 രൂപയോളം നമുക്ക് അടിക്കേണ്ട ഒരു അവസ്ഥയിലെത്തിയിരിക്കുകയാണ്. പിന്നെ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നമ്മൾ പഴയ ബുള്ളറ്റൊക്കെ ആണെങ്കിൽ അതിൻ്റെ ടാങ്ക് ക്യാപ്പിന് താഴെ വരുന്ന ആ ഒരു വാട്ടർ ട്രാൻസ്ഫർ സ്റ്റിക്കർ, ഒറിജിനൽ സ്റ്റിക്കർ ആണെന്ന് തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമാവധി പെട്രോൾ അടിക്കുമ്പോൾ അത് കവർ ചെയ്ത് വെക്കാൻ ശ്രമിക്കുക. കാരണം പെട്രോൾ അടിക്കുന്ന സമയത്ത് ചിലപ്പോൾ അതിൻ്റെ നോസിൽ ചിലപ്പോൾ ആ സ്റ്റിക്കറിൽ അല്ലെങ്കിൽ പെട്രോൾ അതിൽ തട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം വാട്ടർ ട്രാൻസ്ഫർ സ്റ്റിക്കർ എത്രത്തോളം അത് വീക്കാണ് അല്ലെങ്കിൽ എത്രത്തോളം അത് തിന്നാണ് നമുക്കറിയാം. പെട്ടെന്ന് മാഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. പരമാവധി ആ സ്റ്റിക്കർ പൊത്തി വെച്ചിട്ട് നമ്മൾ പെട്രോൾ അടിക്കുക. അപ്പോൾ ഇനിയും നമുക്ക് ഏകദേശം 10-25 കിലോമീറ്ററോളം ഇനിയും പോകാണ്ട്. അപ്പോൾ ഇനി രാജ്ദൂതിനെ പറ്റി തന്നെ പറയുകയാണെങ്കിൽ 2005 എൻ്റെ കയ്യിൽ വേറൊരു രാജ്ദൂത് പിന്നെ കിട്ടുകയുണ്ടായി. ഒറ്റപ്പാലത്ത് തന്നെ കിട്ടിയൊരു വണ്ടിയാണ്. അതും ഇതുപോലെ ഒരു സിംഗിൾ ഓണർ റൗണ്ട് ടാങ്ക് മോഡലായിരുന്നു. പെട്ടെന്ന് എടുത്ത വണ്ടിയാണ്. വളരെ നിസ്സാര പൈസയ്ക്ക് കിട്ടിയൊരു വണ്ടിയാണ്. അതും ഇതുപോലെ നമ്മൾ ഒരുപാട് ഓടിച്ച വണ്ടിയാണത്. അതുപോലെ നെയിൽ കീ, അതിൻ്റെ കംപ്ലീറ്റ് ഒറിജിനൽ വണ്ടിയായിരുന്നു. എനിക്ക് ഇന്നും ഓർമ്മയാണ്. അതിലുള്ള ടാങ്ക് ക്യാപ്പ് എല്ലാം വണ്ടിയിലും അതും പൂർണ്ണമായും ഒറിജിനാലിറ്റിയിൽ കിട്ടിയൊരു വണ്ടിയായിരുന്നു. ALR രജിസ്ട്രേഷൻ ആയിരുന്നു വണ്ടി. അത് പിന്നെ നമ്മളത് കൊടുക്കണ്ടായി. നമ്മളതിൽ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് പിന്നെ SD ജാവയിലേക്കൊക്കെ മനസ്സൊന്ന് ചാഞ്ചാടിയപ്പോൾ അത് വണ്ടി കൊടുത്തിട്ട് നമ്മൾ വേറെ വണ്ടി എടുക്കണ്ടായി. SD CL2 എടുത്തു. നമ്മൾ ജാവ എടുത്തു. അങ്ങനെ 2 സ്ട്രോക്ക് വണ്ടികൾ, ഒരുപാട് വണ്ടികൾ നമ്മുടെ കയ്യിലൂടെ പോയതാണ്. പക്ഷേ എന്തായാലും ഇന്നത്തെ കാലത്ത് 2 സ്ട്രോക്ക് വണ്ടി മെയിൻറ്റെയിൻ ചെയ്യുന്നവരെന്ന് പറഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും അവരെ സമ്മതിക്കേണ്ട കാര്യമാണ്. കാരണം ഇന്ന് നമുക്കറിയാം 102 രൂപ അല്ലെങ്കിൽ 103 രൂപയാണ് ഇന്നത്തെ പെട്രോളിൻ്റെ വില. അതിനോടൊപ്പം തന്നെ ഒരു 15 രൂപയോളം അല്ലെങ്കിൽ 10-15 രൂപയോളം അതിൻ്റെ കൂടെ നമ്മൾ 2T ഓയിൽ ഒഴിക്കണം. അപ്പോൾ എങ്ങനെ ഇതിനെ ഒരു ഡെയിലി യൂസ് ബേസിസ് ഇതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നു പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരല്ലെങ്കിൽ ഞാനൊക്കെ ഒരു സാധാരണക്കാരൻ താഴെ കടയിൽ നിൽക്കുന്ന ആളാണ്. അപ്പോൾ എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. കാരണം ഈ ഫ്യൂൽ പ്രൈസ് നമുക്ക് താങ്ങുന്നില്ല. അപ്പോൾ ഇതിനോടൊപ്പം ഓയിലിൻ്റെ പ്രൈസ് കൂടി നമ്മൾ ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് ഉപയോഗിക്കുന്നവരുടെ പാഷൻ അല്ലെങ്കിൽ അതാണ് അവരുടെ ഒരു ടേസ്റ്റ് ആൻഡ് പാഷൻ, അത് തീർച്ചയായിട്ടും നമുക്ക് അപ്രിഷ്യേറ്റ് ചെയ്ത് പറ്റും. അതുമാത്രമല്ല ഇന്ന് നമുക്കറിയാം എത്രത്തോളം അതിൻ്റെ മെയിൻ്റനൻസ്
സ്റ്റോക്കിൻ്റെ പാർട്സിൻ്റെ അവൈലബിലിറ്റി എല്ലാം കുറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അതുപോലെ തന്നെ പൈസ ആയാലും ശരി, നമുക്ക് നമുക്കറിയാം എമയുടെ വീഡിയോ ചെയ്തതിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും 2 വണ്ടികൾ നമ്മൾ റീസ്റ്റോർ ചെയ്തു. അതിൽ 2 വണ്ടിയുടെയും പാർട്സിൻ്റെ മാത്രം പ്രൈസ് വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു 2 ബുള്ളറ്റുകൾ റീസ്റ്റോർ ചെയ്യാൻ മാത്രമുള്ള പൈസ 2 സ്ട്രോക്കിൻ്റെ ഇതിലൊക്കെ വരുന്നുണ്ട്. സ്പെയർ പാർട്സിൻ്റെ ഒരു കാര്യം എടുത്തു കഴിഞ്ഞു. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്കൊന്ന് വണ്ടി ഒന്ന് സ്പീഡ് ചെയ്ത് നോക്കണം. കുറേ കാലമായി സ്പീഡ് ചെയ്തിട്ട് ഒരു 10-80 വരെയൊക്കെയാണ് ഞാൻ മാക്സിമം വണ്ടിയിൽ പോകാറ്. പക്ഷേ ബുള്ളറ്റിൻ്റെ ഒരു ഐഡിൽ ഒരു പ്രോപ്പർ ഐഡ്ലിംഗ് സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു 50 to 60 ആയിരിക്കും. നിങ്ങൾ മാക്സിമം എത്ര സ്പീഡിൽ പോകുന്നുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്. എൻ്റെ മാക്സിമം ഒരു ആവറേജ് മാക്സിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 80. അപ്പോൾ മിക്ക പാലക്കാട് യാത്രകളിലും ഞാനൊരു ബ്രേക്ക് എടുക്കുന്ന ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു നല്ല വൈബ് കിട്ടുന്നൊരു സ്ഥലമാണത്. നമുക്ക് എടത്തറയുടെ മുന്നത്തെ ഒരു സ്റ്റോപ്പാണത്. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങി നോക്കാം. അപ്പോൾ ഇതാണ് ആ ഒരു ബ്ലിസ്ഫുൾ സ്പോട്ട്. ഇവിടെ എല്ലാ ക്ലൈമറ്റിലും ഇവിടെ ഇപ്പം മഴക്കാലമായാലും ശരി വേനൽക്കാലമായാലും ശരി ഈ ഒരു ലാൻഡ്സ്കേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. എന്നാലും നമുക്ക് തിരിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി 69 മോഡൽ ബുള്ളറ്റാണത്. B1 എഞ്ചിനാണ് വണ്ടി ഇരിക്കുന്നത്. വണ്ടി റീ രജിസ്റ്റേർഡാണ്. ആദ്യം തമിഴ്നാടായിരുന്നു, പിന്നെ അത് റീ രജിസ്റ്റർ ചെയ്ത് കേരളത്തിലേക്ക് ആക്കിയ വണ്ടിയാണ്. ഇതും ഏകദേശം 2 വർഷമായി ഇപ്പോൾ ഞാനൊരു രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് ഏകദേശം 10-14 വർഷത്തോളം വണ്ടി ഒരേ സ്ട്രെച്ചിൽ ഓടി. ഇപ്പോഴാണ് ഒരു എഞ്ചിൻ ഓവറോളിങ്ങെല്ലാം ചെയ്ത് വണ്ടി കൂടി റീടെസ്റ്റായി. അതുകൊണ്ട് അപ്പോൾ നമ്മൾ പാലക്കാട് എത്തിയിരിക്കുകയാണ് ഫ്രണ്ട്സ്. അപ്പോൾ ഇവിടെ പാലക്കാട് എത്തിയത് ഫുൾ മഴയത്ത് നനഞ്ഞ് കുളിച്ചാണ് വണ്ടി നമ്മളിവിടെ എത്തിയത്. ഇതാണ് പാലക്കാടിൻ്റെ കോട്ട മൈതാനം. പാലക്കാടിൻ്റെ ഹൃദയഭാഗമാണത്. നമ്മുടെ വർക്ക്ഷോപ്പ് അടുത്ത് തന്നെയാണ്. പക്ഷേ നല്ല മഴ, ഒന്ന് റെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ വർക്ക്ഷോപ്പിൽ എത്തിയിരിക്കുകയാണ്. മൊത്തം വെള്ളമാണ് അവിടെ. മൊത്തം നമുക്ക് വണ്ടി വളരെ ബുദ്ധിമുട്ടായി. ഇവിടെയൊക്കെ ചളിയെല്ലാം അടിച്ചു കയറി മൊത്തം അഴുക്കാണ് ഇവിടെ. അപ്പോൾ വണ്ടി അതെ ഫുള്ള് നനഞ്ഞ്. എന്തായാലും വണ്ടി ഒന്ന് വൃത്തിയായി. വണ്ടി മണ്ണും ചളിയും പിടിച്ച് കിടക്കുമായിരുന്നു 2-3 ആഴ്ചകളായിട്ട്. എന്തായാലും മഴയോടെ വണ്ടിയെല്ലാം ക്ലീൻ ചെയ്തു. ഇനി ഇത് മറ്റൊരു വർക്ക്ഷോപ്പാണ്, ഒരു ട്രാക്ടർ വർക്ക്ഷോപ്പാണ്. അപ്പോൾ ഇതും നമ്മുടെ ഒരു എന്താ പറയുക ഇഷ്ടപ്പെട്ട സ്ഥലമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി. നമ്മൾ പറഞ്ഞ രാജു ഇതാണ്. എന്നാലും ഫസ്റ്റ് ലുക്ക് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും വണ്ടി നല്ല ഒരു ഇംപ്രഷനാണ് വണ്ടി നമുക്ക് കിട്ടിയത്. പ്രത്യേകിച്ച് അതിൻ്റെ ബോക്സ് കാരിയർ, ഒറിജിനൽ ബോക്സ് കാരിയർ. ആ ബോക്സ് എനിക്ക് തോന്നുന്നു ഈ വണ്ടി എടുക്കുകയാണെങ്കിൽ ഈ ബോക്സ് ഞാൻ എടുത്ത് ബുള്ളറ്റിലേക്ക് വെക്കുന്നതായിരിക്കും. കാരണം കുറേ കാലമായി ബുള്ളറ്റിൽ ഒരു ബോക്സ് കാരിയർ വെക്കണം എന്ന് വിചാരിച്ചു. ബോക്സ് കാരിയർ എൻ്റെ കയ്യിലുണ്ട്, ബോക്സ് ഇല്ല. ഒരു ഒറിജിനൽ ബോക്സ് തപ്പി നടക്കായിരുന്നു. പക്ഷെ നമുക്കറിയില്ല വണ്ടി നമുക്ക് കിട്ടുമോ, നമ്മുടെ പരിധിയിൽ നമുക്ക് ഒതുങ്ങുമൊന്നും അറിയില്ല. എന്തായാലും വണ്ടി കുഴപ്പമില്ല. നല്ല ഇതും ഇതുപോലെ മഴയത്ത് നല്ല വൃത്തിയായിരിക്കും. കഴുകിയെടുത്ത് വെച്ച പോലുള്ള അവസ്ഥയിലാണ്. ഫ്രണ്ട് ഹബ്ബെല്ലാം ഒറിജിനലാണ്. അതുപോലെ തന്നെ വേറൊരു കാര്യമുണ്ട്, നമുക്ക് ഇതിൽ ഇനി എന്തൊക്കെ സാധനങ്ങൾ ഇതിന്നെടുത്ത് മറ്റു വണ്ടിയിലേക്ക് ഇടുന്നു നമുക്ക് അറിയില്ല. എന്തായാലും കാണാം. അയ്യോ, ബോക്സൊക്കെ ഹോളുണ്ട്, അതിൽ പാച്ചിങ് ഉണ്ട് ഒരുപാട്. പക്ഷെ ഒറിജിനൽ കാരിയറാണ്. ഈ കാരിയറിന് ഒരുപാട് സാധ്യതകളുണ്ട്. കാരണം ഇത് നമുക്ക് ബുള്ളറ്റിൽ വേണമെങ്കിൽ മോഡിഫൈ ചെയ്ത് വെക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പം ഞാനൊരു മാച്ച്ലെസ് റീസ്റ്റോർ ചെയ്തിട്ടുണ്ട്, ഒരു 53 മോഡൽ മാച്ച്ലെസ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം, അതിൻ്റെ ലിങ്ക്. അപ്പോൾ ആ വണ്ടിയിലേക്കും ഞാനൊരു കാരിയർ തപ്പി നടക്കുകയാണ്. അപ്പോൾ ചിലപ്പോൾ ഒരു കാരിയർ മോഡിഫൈ ചെയ്ത് അതിൽ വെക്കാം. പിന്നെ ഈ വണ്ടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്പ്രോക്കറ്റെല്ലാം വളരെ കുറച്ച് യൂസ് ചെയ്തിട്ടുള്ളൂ. ഇതിൻ്റെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി കുറച്ച് കാലം മുന്നേ ഫുൾ റീസ്റ്റോർ ചെയ്ത് എടുത്ത് വെച്ചതാണ്. പിന്നെ ഓണർ എന്തോ സാങ്കേതിക കാരണങ്ങൾ വണ്ടി ഉപയോഗിച്ചില്ല. അപ്പോൾ അധികം ഓടിയിട്ടില്ല വണ്ടി. പക്ഷെ തുരുമ്പുണ്ട്. നമുക്കറിയാം നമ്മുടെ വണ്ടികളിലെല്ലാം ശത്രു എന്ന് പറഞ്ഞാൽ തുരുമ്പാണ്. അപ്പോൾ വണ്ടി ഓടാത്തതിൻ്റെ പല പ്രശ്നങ്ങളും വണ്ടിയിൽ കാണുന്നുണ്ട്. എന്നിരുന്നാലും കുറേ പാർട്സുകൾ അതിലുണ്ട്. പ്രത്യേകിച്ച് റൗണ്ട് ടാങ്ക്. പിന്നെ വലിയ പ്രശ്നമില്ല, കാരണം നമുക്ക് കാണാം എംബോസിംഗ് ആണ്. അതുപോലെ എംബോസിംഗ് എല്ലാം ക്ലിയർ ആണ്. അതായത് അധികം ബഫ് ചെയ്തിട്ടില്ല എഞ്ചിൻ കേസ്, കാരണം അത്രയും ഡെപ്ത് ഉണ്ട് ആ ലെറ്റേഴ്സിനെല്ലാം. പിന്നെ ഫുഡ് റസ്റ്റ് റബ്ബർ പോലും എനിക്ക് തോന്നുന്നു രാജ്യത്തിൻ്റെ ഒറിജിനൽ റബ്ബറാന്ന് തോന്നുന്നുണ്ട്. വെൻറ്റ് പൈപ്പ് എല്ലാം ഫുൾ പോയിരിക്കുന്നു, നമുക്ക് മാറ്റേണ്ടതാണ്.
പക്ഷെ കിട്ടുമെന്ന് വിചാരിക്കാം. എനിക്ക് അത്ര ടു സ്ട്രോക്ക് സ്പെയർസിനെ കുറിച്ച് അറിയില്ല, എന്തെങ്കിലും പറയാം. ഒറിജിനൽ ക്യാപ്പ് നമുക്ക് കാണാം, തുറക്കാൻ പറ്റുന്നില്ല, ക്യാപ്പൊക്കെ ജാമാണ്. മീറ്റർ ഉണ്ട്, അതുപോലെ മെയിൻ കീ തന്നെയാണ്, അതൊന്നും മോഡിഫൈ ചെയ്തിട്ടില്ല. നമുക്കെന്നാലും കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. ലിവർ യമഹയുടെ അല്ല, രാജ്ദൂത് ലിവർ തന്നെയാണ്. ബ്രേക്ക് ലിവർ കാണാനില്ല. ഹബ് എല്ലാം ഒറിജിനലാണ്. ഫ്രണ്ട് ഹബ്, ഫ്രണ്ട് സസ്പെൻഷൻ കംപ്ലീറ്റ് ആണ്. അതുപോലെ തന്നെ ബുള്ളറ്റിൻ്റെ ക്രാഷ് ഗാർഡാണ് ഇരിക്കുന്നത്. പഴയ ക്രാഷ് ഗാർഡാണ്, ഹെവി ക്രാഷ് ഗാർഡായിരിക്കും. എന്തായാലും നമുക്ക് ഇപ്പോൾ കിട്ടുന്ന ക്രാഷ് ഗാർഡിനെക്കാട്ടിലും നല്ല ക്രാഷ് ഗാർഡായിരിക്കും. വേണമെങ്കിൽ ബുള്ളറ്റിലും നമുക്ക് ഉപയോഗിക്കാം. അല്ല, ബുള്ളറ്റിൻ്റെ ക്രാഷ് ഗാർഡ് തന്നെയാണത്. മാത്രമല്ല അതിൻ്റെ ഹെഡ്ലൈറ്റ് റിംഗ് ഒന്നും കുഴപ്പമില്ല. ഈ സ്വിച്ചും കുറച്ച് റെയർ സ്വിച്ചാണ്. ഒരു കാലത്ത് ഒരുപാട് തപ്പി നടന്ന സ്വിച്ചാണ്. അവസാനം കോയമ്പത്തൂർ പോയിട്ടാണ് അതിൻ്റെ സ്വിച്ച് കിട്ടിയത്. സ്വിച്ചെല്ലാം അതിൽ ഒറിജിനലിൽ കിടക്കുന്നുണ്ട്. എയർ ഫിൽട്ടർ ബോക്സും അതിൽ കാണാൻ നമുക്ക് ഒറിജിനലാണ് വണ്ടിയുടെ. കാർബറേറ്റർ മിസ്സിംഗ് ആണ്, പക്ഷെ കുഴപ്പമില്ല. ഈ വണ്ടി എടുത്താലും എൻ്റെ കയ്യിൽ 2-3 മിക്കാപ്പ് കാർബറേറ്റർ നല്ല കണ്ടീഷനുള്ളത് കിടക്കുകയാണ്. കിക്കറെല്ലാം ഒറിജിനലാണ് തോന്നുന്നു. ഇതൊക്കെ പാറ്റേൺ നമ്പറെല്ലാം കാണാം. സിലിണ്ടറൊന്നും വലിയ കുഴപ്പമില്ല, ഫിൻസൊന്നും പൊട്ടിയിട്ടില്ല, ഹെഡും കുഴപ്പമില്ല, ഹെഡ് ഫിൻസും കുഴപ്പമില്ല. എന്തുകൊണ്ടും എടുക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് തോന്നുന്നുണ്ട്. ഫ്രെയിമിലൊന്നും വലിയ വെൽഡിങ്ങോ തുരുമ്പോ ഒന്നും കാണുന്നില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം എന്ന് പറഞ്ഞാൽ അതിൻ്റെ കാരിയറാണ്. റിയർ കാരിയറും അതുപോലെ തന്നെ ബോക്സ് കാരിയറും. റിയർ ഹബും കുഴപ്പമില്ല, ബ്രേക്ക് പ്ലേറ്റ്, കാരിയർ പ്ലേറ്റും കുഴപ്പമില്ല. റിമ്മെല്ലാം ഒരുവിധം തുരുമ്പാണ്, ഇന്ന് നമുക്ക് മാറ്റേണ്ടി വരും. അതുപോലെ തന്നെ വീൽ അഡ്ജസ്റ്റേഴ്സ് മാറ്റേണ്ടി വരും. അതുപോലെ നെറ്റ് ബോൾട്ട് എന്തായാലും ഒരുവിധമൊക്കെ അഴിച്ചു കഴിഞ്ഞാൽ തന്നെ. സൈഡ് സ്റ്റാൻഡ് ഒറിജിനലാണോ അറിയില്ല, കുഴപ്പമില്ല. എന്തായാലും വണ്ടി ഞാൻ പോയപ്പോഴും സൈഡ് സ്റ്റാൻഡിൽ തന്നെ ഇരിക്കുന്നത്. വലിയ സ്റ്റാൻഡൊന്നും വലിയ പ്രശ്നം കാണുന്നില്ല. പിന്നെ വേറൊരു കാര്യം ഈ വണ്ടിയിൽ ശ്രദ്ധയിൽപ്പെട്ട എന്താണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ടാങ്ക് ക്യാപ്പിന് താഴെയായിട്ട് വരുന്നൊരു ടാങ്ക് സെക്യൂറിങ് ബോൾട്ടാണ്. ഇത് ടാങ്കിനെ ഫ്രെയിമിലേക്ക് കണക്ട് ചെയ്യുന്നൊരു കണക്ഷനാണ്. അപ്പോൾ ഇത് കണ്ടുവരുന്നത് ഇതിൻ്റെ പോളണ്ട് വേർഷനായ WFM-ൽ മാത്രമാണ്. അതോ ഇനിയിപ്പോൾ ഇതൊരു WFM ആണോ അതോ ഇതൊരു സെമി രാജ്ദൂതാണോ നമുക്കറിയില്ല. എന്തെല്ലാം പാർട്സ് മാറിയതാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്. സീറ്റ് കാണുന്നില്ല, സീറ്റിൻ്റെ പ്ലേറ്റ് ഇല്ല, സീറ്റ് മിസ്സിംഗ് ആണ്. പക്ഷെ മഡ് ഗാർഡെല്ലാം സോളിഡ് ആണ്, വലിയ തുരുമ്പ് പിടിച്ചിട്ടില്ല. നമുക്ക് റീസ്റ്റോറബിൾ ആണ് മഡ് ഗാർഡും കാര്യങ്ങളെല്ലാം. റിമ്മിൻ്റെ അവസ്ഥ അറിയില്ല. പെട്രോൾ ടാപ്പെല്ലാം വർക്കിംഗ് ആണ്. അതുപോലെ ബാറ്ററി കാരിയർ, ബാറ്ററി സ്ട്രാപ്പ് അടക്കം അതിൽ കിടക്കുന്നുണ്ട്. ഒറിജിനൽ ബാറ്ററി കാരിയറാണ് കിടക്കുന്നത്. ഫുട്രസ്റ്റ്, ഫോൾഡിംഗ് ഫുട്രസ്റ്റ് എല്ലാം ഉണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി. എന്തായാലും നമ്മൾ ഈ വണ്ടി എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. ഇതിൻ്റെ കൂടുതൽ വീഡിയോകൾ നമ്മൾ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഒരു പഴയ വാഹന സ്നേഹിയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾ മദ്രാസ് മോട്ടോർസൈക്കിൾസിലൂടെ നിങ്ങൾക്ക് ഇനിയും പഴയ വാഹനങ്ങളെ നമ്മൾ പരിചയപ്പെടുന്നതായിരിക്കും. അതുപോലെ തന്നെ രജിസ്ട്രേഷൻ വീഡിയോസ്, റൈഡ് വീഡിയോസ്, അതുപോലെ മറ്റ് വിൻറ്റേജ് വാഹനങ്ങളെക്കുറിച്ചുള്ള പല കാര്യങ്ങളും നമ്മുടെ വീഡിയോയിലൂടെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോ വരുന്നതുവരെ see you and stay safe.